ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റോടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയൊക്കെ ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടും. നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി വരുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി കട്ടിയായിട്ട് വന്നോളൂ. നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്കിതുപോലെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ കോരിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം ഇട്ടതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. റവയും മുട്ടയും ആയതുകൊണ്ടിട്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. ഒരു വശം ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. രണ്ട് സൈഡും ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ റവ കൊണ്ടിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ടൈമും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.